ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ ഡ്രസ്സൊക്കെ മാറ്റിയോ? കൊള്ളാലോ. ഇതേതാ സാരി? കൂടിയതാണെന്ന് തോന്നുന്നല്ലോ. ഞാനും കുറച്ച് കൂടിയതൊക്കെ ഉടുക്കട്ടെ. വന്ദനമോളെ, ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടമ്മേ. അമ്മയ്ക്ക് ഈ കളറ് നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ല, അമ്മ ഇങ്ങോട്ട് പോവാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു. അതെ. ദേ, ആദ്യം ഈ സാരി എവിടുന്ന് കിട്ടിയെന്ന് പറയാം. അതിനുശേഷം പറയാം എങ്ങോട്ട് പോന്നു. ഈ സാരിയെ എന്റെ മരുമോൻ പ്രകാശ് മോൻ മേടിച്ചു തന്നതാ. പ്രകാശ് ഏട്ടനോ? എന്താ, നിനക്ക് വിശ്വാസമായില്ലേ? 3300 രൂപയാ ഇതിന്റെ വില. അറിയോ? എന്നാലത് മോഷ്ടിച്ചതായിരിക്കും. ആ, വാ, ജോലിയൊക്കെ വന്നിട്ട് ചെയ്യാം. നമുക്ക് ആ വീട് പോയി ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ അമ്മേ, ഇവിടെ ജോലിയൊന്നും തീർന്നിട്ടില്ല. എനിക്കിപ്പോ വരാൻ പറ്റില്ല. അത് കൊള്ളാം. നിന്റെ വീട് എനിക്കൊന്ന് കാണോന്ന് പറഞ്ഞാ എന്റെ കൂടെ വരാൻ നിനക്ക് സമയമില്ല. മോളെ, നിന്റെ ഈ സ്വഭാവങ്ങളൊക്കെ തന്നെയാ പ്രകാശിനെ ദേഷ്യം പിടിപ്പിക്കുന്നേ. നീ വേഗം ഇങ്ങോട്ട് ഒരുങ്ങി വാ. ഞാൻ ഇപ്പൊ വരുന്നില്ലമ്മേ. അമ്മയ്ക്ക് അത്രയ്ക്ക് വീട് കാണണമെന്നുണ്ടെങ്കിലേ ഗൂഗിളിനെ കൂടെ വിളിച്ചോ. ഒരു പാലുകാച്ച് നടക്കാനുള്ള വീടാണ്. വീട്ടിലെ ഉത്തരവാദിത്തമുള്ള പെണ്ണുങ്ങൾ അവിടെ ചെന്ന് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോന്ന് നോക്കി ഉറപ്പാക്കേണ്ട സമയമായിപ്പോ. ദേ, നീ വേഗം ഒരുങ്ങി വരാൻ നോക്ക്. മോളെ, ഇവൾക്കോ ബോധമില്ല. നീ തന്നെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ചിത്രടുത്തി എടുത്തി പോയിട്ട് വാ. ഇവിടുത്തെ ജോലിക്ക് ഞാൻ നോക്കിക്കോളാം. ചെല വാ. മൊത്തേ 3 ബെഡ്റൂമാ. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡാ. യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട്. ഈ മുറിക്ക് മാത്രം ബഡ്ജറ്റ് 10 ലക്ഷം രൂപയായി. വാ വാ വാ, കേറി വാ, കേറി വാമേ. ആ, ഇത് മറ്റൊരു ബെഡ്റൂം. 12ക്ക് 12 കോസ്റ്റ്ലി ടൈൽസാ. ഈ ബെഡ്റൂമാണ് ഞാൻ അമ്മയ്ക്ക് ഉദ്ദേശിക്കുന്നത്. അയ്യോ, ഇത്രയും വലിയ മുറിയൊന്നും എനിക്ക് വേണ്ട മോനെ. ചുരുണ്ട് കിടക്കാൻ ഒരു കൊച്ചു മുറി, അത് മതി. ഹേയ്, അതൊന്നും പോരാ. വെറും അടുക്കളക്കാരി ജഗദമ്മയല്ല, പ്രകാശന്റെ അമ്മയ്ക്ക് തുല്യായ അമ്മായി അമ്മയാണ്. ഇനി ലാവിഷായിട്ട് തന്നെ ഞാൻ അമ്മയെ നോക്കും. വാ, അടുക്കള കാണാം. വാ. മാനത്തെ കൊട്ടാരം